Good morning. Reply good morning. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയില്ലേ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പുതിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. An overview of health and hospital administration കേട്ടോ. An overview of health and hospital administration എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റു ചാപ്റ്റേഴ്സ് പഠിച്ചിരുന്നോ? പഠിച്ചായിരുന്നോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വേറെ ചാപ്റ്റേഴ്സ് പഠിച്ചിരുന്നോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തത്? കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന വേറൊരു ചാപ്റ്റർ ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തിരുന്നോ ആരെങ്കിലും? ചെയ്തോ? ആരെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തോ? എന്താണെന്ന് അറിയാം, ചെയ്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാ മിസ് ചോദിക്കുന്നത്. എന്താണ് റിപ്ലൈ ചെയ്യാത്തെ? അറിയില്ല. സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? അറിയില്ലേ? ചെയ്തു. ചെയ്തെന്നാണോ പറയുന്നത്? ഓക്കെ, അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് വരുന്നത്. ഒന്നാമത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ദെൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള അല്ലെ ഓവറോൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് അവിടെ ചെയ്യുക അല്ലെ? ഓവറോൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഒരു ഓവർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവലോകനം നടത്തുകയാണ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു അവലോകനമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗം എന്താണ് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ റോൾസ് എന്താണ്, ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളും പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ്, കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ ഭാഗത്ത് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മള് കുറച്ച് ഫോർമുലാസും കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ള കുറച്ച് ഭാഗമാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആദ്യ ഭാഗമാണ്. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന്റെ മീനിങ് അല്ലെങ്കിൽ അർത്ഥം എന്താണ്? അപ്പൊ നോക്കിയേ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, health care management or hospital management is the field that is related to leadership, management and administration of public health systems, health care systems, hospital and hospital networks in all the primary, secondary and tertiary sectors. ഇതിൽ വരുന്ന സെന്റൻസുകളൊക്കെ ചില ലെങ്തി സെന്റൻസുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, ബാക്കിൽ നിന്ന് വായിക്കാം. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇംഗ്ലീഷ് എപ്പോഴും അങ്ങനെയല്ലേ? നമ്മുടെ ബാക്കിൽ നിന്നായിരിക്കണം നമ്മുടെ മീനിങ് കിട്ടുള്ളൂ അല്ലെ? അതുപോലെ തന്നെ ലെങ്തി സെന്റൻസ് ആവുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതിനു മുൻപ് നമ്മൾ ആ ഒരു സെന്റൻസ് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നലൊന്ന് നോക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നോക്കിയേ, എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? In all the primary, secondary and tertiary sectors. പഠിച്ചിരുന്നോ? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചോ? പഠിച്ചിരുന്നോ?
ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഒക്കെ പഠിച്ചില്ലേ? പഠിച്ചു അല്ലെ? അവിടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി പഠിച്ചിരുന്നോ? പഠിച്ചായിരുന്നോ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ഓക്കെ. അപ്പൊ പ്രൈമറി സെക്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളെ എങ്ങനത്തെ ഹോസ്പിറ്റലുകളായിരിക്കും? എങ്ങനത്തെ ഹോസ്പിറ്റലായിരിക്കും? ബേസ്ഡ് ഓൺ ബെഡ്സ് ആണ് പഠിച്ചത്. ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കുക, പ്രൈമറി സെക്ടറിൽ വരുന്നതാവുമ്പോ എങ്ങനെയായിരിക്കും? സ്മോൾ സ്കെയിലുള്ളതായിരിക്കും അല്ലെ? അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാമോ? നമ്മൾ എപ്പോഴും കാണുന്നത് വെരി ഗുഡ് എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ, PHC പോലെയുള്ളവ. ഇനി ഒരു സെക്കൻഡറി ലെവലിലേക്ക് വരുമ്പോഴോ, ദ്വിതീയ ലെവലിലേക്ക് വരുമ്പോഴോ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് പറയാം, നമ്മുടെ ജനറൽ ഹോസ്പിറ്റലുകളൊക്കെ പറയാം അല്ലെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അത് എന്താന്ന് മനസ്സിലാക്കണ്ടേ ആദ്യം. ഇനി ഒരു ടെർഷറി ലെവലിലേക്ക് വരുമ്പോൾ ഏതൊക്കെ ഹോസ്പിറ്റലുകൾ വരാം? വെരി ഗുഡ്, മെഡിക്കൽ കോളേജ് മുതലായിട്ടുള്ളവ വരാം അല്ലെ. അപ്പൊ ഈ 3 സെക്ടർ ആയിട്ട് പറയുന്ന ഹോസ്പിറ്റലിന് മാത്രമല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഏതൊരു ഹെൽത്ത് കെയർ മേഖലയിലെ ഓരോ സ്ഥാപനങ്ങളെയും ഇതുപോലെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി മുതലായിട്ടുള്ളവയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 ലെവലിലുമുള്ള ഏതൊക്കെ ലെവലാണ്? പ്രൈമറി ആവാം അല്ലെ, പ്രാഥമികമാവാം, ദ്വിതീയമാവാം, തൃതീയമായിട്ടുള്ള 3 മേഖലകളിലും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളും ഏതൊക്കെയാവാം? പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ്, പൊതുജന ആരോഗ്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാവാം. അല്ലെങ്കിലോ നോക്കിയേ, നെക്സ്റ്റ് വന്ന് ഇതാ പറഞ്ഞത് ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ആരോഗ്യ പരിചരണ സംവിധാനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാവാം, ഹോസ്പിറ്റലുകളാവാം, ഓർ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ്, ആശുപത്രിയുമായി ബന്ധപ്പെട്ട മറ്റ് ശൃംഖലകളാവാം. ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രൈമറിയിൽ വരുന്നതാവാം, സെക്കൻഡറിയിൽ വരുന്നതാവാം, ടെർഷറി മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും എന്താണ് ഇവിടെ നടത്തുന്നത്? മാനേജ്മെന്റ്, ലീഡർഷിപ്പ് അല്ലെ, നേതൃത്വം കൊടുക്കുക, കൃത്യമായി മാനേജ് ചെയ്യുക, ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നടത്തുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ മേഖല തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ, ആദ്യത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഈ 4ഉം ഒരേ മേഖല തന്നെയാണ്. എന്തുമായി ബന്ധപ്പെട്ട മേഖലയാണ്? ഇസ് ദ ഫീൽഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു, എന്തുമായി ബന്ധപ്പെട്ട മേഖലയാ? ദ ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എന്തിനുമായിട്ട് ബന്ധപ്പെട്ട ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവിടെ പറയുന്നത്? പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ്, പൊതുജന ആരോഗ്യ സംവിധാനങ്ങള്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ആരോഗ്യ പരിചരണ സംവിധാനങ്ങള്, ഹോസ്പിറ്റലുകള്, ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് മുതലായിട്ടുള്ളവ. അത് ഏതൊക്കെ വരും? പ്രൈമറി സെക്ടറിൽ മാത്രമുള്ളതല്ല, സെക്കൻഡറി, ടെർഷറി മുതലായ 3 മേഖലകളിലും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവിധ പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസിന്റെയും ഹെൽത്ത് കെയർ സിസ്റ്റംസിന്റെയും ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സുകളുടെയും മുഴുവനായിട്ടുള്ള ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ മുതലായവയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ ആയോ? കിട്ടിയോ? എന്താണ് ഫസ്റ്റ് സെന്റൻസിൽ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. Then second sentence നോക്കാട്ടോ. Health care administrators formulate, control and coordinate medical and health services for organizations and business. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറയാട്ടോ. അപ്പൊ ആ സമയത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. അപ്പൊ ഈ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. Health care administrators formulate, control and coordinate medical and health services
ഫോർ ഓർഗനൈസേഷൻസ് ആൻഡ് ബിസിനസ്. ഇനി എന്താ ചെയ്യുന്നത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഫോർമുലേറ്റ് ചെയ്യുന്നു, രൂപപ്പെടുത്തുന്നു ആൻഡ് കൺട്രോൾ ചെയ്യുന്നു. അവിടുത്തെ പല പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുന്നു, നിയന്ത്രിക്കുന്നു, അതുപോലെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ്? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഫോർ ഓർഗനൈസേഷൻസ് ആൻഡ് ബിസിനസ്. ഈ പറയുന്ന ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനും ബിസിനസ്സുകൾക്കും വേണ്ടിയുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകള് കൃത്യമായിട്ട് രൂപപ്പെടുത്തുന്നു, അത് നിയന്ത്രിക്കുന്നു, കൃത്യമായി ഏകോപനം നടത്തുകയും ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിനാണ് ഉണ്ടാവുക. Then as a health care administrator, ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? It manages the benefits of employees as well as create a connection between benefits and physicians. ഇവിടെ എന്താണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇവിടെ അവർ എന്ത് മാനേജ് ചെയ്യണം എന്നാ പറയുന്നത്? The benefits of employees. അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് ആവശ്യമായ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ആൻഡ് ക്രിയേറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ ബെനിഫിറ്റ്സ് ആൻഡ് ദ ഫിസിഷ്യൻസ്. ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ആർക്കൊക്കെയാണോ നേട്ടങ്ങൾ ഉണ്ടാവുന്നത് അവരും ഫിസിഷ്യൻസുമായിട്ട് നല്ലൊരു കണക്ഷൻ നിലനിർത്താനായിട്ടും ആര് സഹായിക്കേണ്ടതായിട്ടുണ്ട്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവര് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് these requirements need a broad background in business skills and specialized knowledge of the ഹെൽത്ത് കെയർ ഫീൽഡ്. എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് എന്ത് ആവശ്യമാണെന്നാ പറയുന്നത്? ഒരു വിപുലമായ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും അതിന് നല്ലൊരു കഴിവും വേണം, അല്ലെ? നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ശരിക്കും സർവീസിന്റെ രീതിയിൽ മാത്രമല്ല, അതൊരു ബിസിനസ് സ്ഥാപനം കൂടിയാണ്, അല്ലെ? അവിടെ ഒരു ബിസിനസ് നടക്കുന്നില്ലേ? ഉണ്ടോ? ബിസിനസ് നടക്കുന്നില്ലേ? അപ്പൊ അതേപോലെ നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവര് കൊണ്ട് നടക്കണമെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ആ ബിസിനസ് പരമായിട്ടുള്ള ഒരു നല്ല സ്കിൽ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നല്ലൊരു അറിവും വൈദഗ്ധ്യവും ഉണ്ടായിരിക്കും, അല്ലെ? ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫീൽഡ്. ഈ പറയുന്ന ആരോഗ്യ പരിചരണ മേഖലയില് നല്ലൊരു പരിചയം, ഒരു പ്രത്യേക ഒരു നോളജ് അല്ലെങ്കിൽ ഒരു അറിവും ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്, കേട്ടോ? നോക്കി, ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ആണ് നമ്മൾ ഒന്നുകൂടി പറയാൻ പോകുന്നത്. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്താ പറഞ്ഞത്? ഫസ്റ്റ് സെന്റൻസ് എന്താ നമ്മൾ പറഞ്ഞത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒരേ മേഖലയാണ്. എന്തുമായി ബന്ധപ്പെട്ട മേഖലയാണ്? ഈസ് റിലേറ്റഡ് ടു. ഏതൊക്കെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, അല്ലെ? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസും, എല്ലാ ഹെൽത്ത് കെയർ സിസ്റ്റംസും, എല്ലാ ഹോസ്പിറ്റലുകളും, എല്ലാ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് മുതലായവയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും കൃത്യമായ ലീഡർഷിപ്പ് നൽകുക, മാനേജ്മെന്റ് ചെയ്യുക, ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക മുതലായവയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക മേഖലയാണ് എന്ത് മേഖല എന്ന് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ ആ സെന്റൻസ് എന്താണ്? സെക്കൻഡ് വൺ പറയുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സംഘടനയ്ക്ക് വേണ്ടി, ആ ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകള് കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ രൂപപ്പെടുത്തുകയും അത് കൃത്യമായി നിയന്ത്രിക്കുകയും അത് കൃത്യമായി ഓരോ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കണം.
Then second പറയുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ആ സ്ഥാപനത്തിലെ ഓരോ എംപ്ലോയീസിനും കിട്ടേണ്ടതായിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സിന് വേണ്ടി കൃത്യമായി ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യേണ്ടതാണ്. രണ്ടാമത് പറയുന്നത് ഈ ബെനിഫിറ്റ്സ് കിട്ടുന്ന ആളുകൾ, ഈ നേട്ടം കിട്ടുന്ന ആളുകളും അതുപോലത്തെ അവിടുത്തെ ഫിസിഷ്യൻസും തമ്മില് നല്ലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആയി നിൽക്കുമ്പോൾ അവർ ചെയ്യേണ്ട ജോലിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് എന്തുണ്ടായിരിക്കണം എന്നാ പറഞ്ഞത്, ആ ഒരു ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലെ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും നല്ല സ്കില്ലും ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഈ ഹെൽത്ത് കെയർ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഒരു പ്രത്യേക അറിവും ഇവർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. Then second one പറയുന്നത് nature, scope and significance of health administration. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നേച്ചർ എങ്ങനെയാണ്, സ്വഭാവം, അതിന്റെ വ്യാപ്തി, അതിന്റെ പ്രാധാന്യം മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയാറുണ്ട്. Okay, നോക്കി. So healthcare administration, also often called health administration and medical administration. അത് രണ്ടുമല്ലേ ചെയ്തതാട്ടോ ചോദിക്കാം. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കാവുന്ന മറ്റു രണ്ട് പേരുകളാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നും പറയാം, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നും വിളിക്കാവുന്നതാണ്. ചോദിക്കാം ബോത്ത് എ ആൻഡ് ബി എന്നുള്ള ആൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അത് ചൂസ് ചെയ്യാനും ചോദിക്കാം കേട്ടാ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിനെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ വിളിക്കുന്ന മറ്റു രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്? Making both daily and long-term decisions that indicate the healthcare system's business strategies. എന്താണ് ഇവിടെ ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻസ്, ദിവസേനയുള്ളതും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങള് അല്ലെ, that indicate the healthcare system's business strategies. അവർക്ക് ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ബിസിനസ് തന്ത്രങ്ങള് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഡെയിലി ദിവസേനയുള്ളതും അതുപോലെ ദീർഘകാല അടിസ്ഥാനത്തിനുമുള്ള അങ്ങനെയുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലും എന്തിൽ ഉൾപ്പെടുന്നത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നത്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെടുന്നത് എന്താണ്? ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ ദിവസേനയും അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ട് ദിവസത്തെ കാര്യം മാത്രമല്ല ദീർഘകാല അടിസ്ഥാനത്തിലും നമ്മൾ അതിനെ പറ്റിയുള്ള തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യണം, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം അല്ലെ. അതാണ് പ്രധാനമായിട്ടും എന്തിൽ ഉൾപ്പെടുന്നത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നത്. Then health care administration is the practice which manages, leads, oversees and administers the operation of dynamic complex healthcare entities including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies and health insurance providers. ഇനി എന്താ പറയുന്നത്? ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ഈസ് ദ പ്രാക്ടീസ്, ഇതൊരു രീതിയാണ്. എന്തിനെ കുറിച്ചുള്ള രീതിയാ? വിച്ച് മാനേജസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മാനേജ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു, നയിക്കുന്നു, ആൻഡ് ഓവർസീ ചെയ്യുക എന്ന് പറയുന്ന മേൽനോട്ടം വഹിക്കുന്നു, ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മൊത്തത്തിലുള്ള ഭരണവും നടത്തുന്നു, ആൻഡ് ദ ഓപ്പറേഷൻസ് ഓഫ് ഡൈനാമിക്സ്
കോംപ്ലക്സ് ഹെൽത്ത് കെയർ എൻറ്റിറ്റീസ്, അതായത് വളരെ സങ്കീർണവും അതുപോലെ തന്നെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള അല്ലെ, വളരെ ശക്തമായിട്ടുള്ളതും സങ്കീർണവുമായിട്ടുള്ള ഹെൽത്ത് കെയർ എൻറ്റിറ്റീസ്, ആരോഗ്യ പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾ. ഏതൊക്കെയാണ് ആ സ്ഥാപനങ്ങള്? വളരെ ഡൈനാമിക്സ്, വളരെ ശക്തമായതും അതുപോലെ തന്നെ വളരെ സങ്കീർണവുമായ ആരോഗ്യ പരിചരണം നൽകുന്ന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ ഫെസിലിറ്റികൾ നൽകുന്ന സെന്റേഴ്സ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോംസ്, ഫാർമസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ ആവാം, ലോങ് ടേം കെയർ ഫെസിലിറ്റികൾ ആവാം, ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആവാം, നഴ്സിംഗ് ഹോംസ് ആവാം, ഫാർമസി ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ആവാം. മുതലായിട്ടുള്ള ശക്തമായതും സങ്കീർണവുമായ ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണം നൽകുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുക, ലീഡ് ചെയ്യുക, ആവശ്യമായ മേൽനോട്ടം വഹിക്കുക, അഡ്മിനിസ്ട്രേഷൻ നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരു പാരഗ്രാഫ് ഒന്നുകൂടി പറയാട്ടെ മിസ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഒന്നുകൂടി പറയാട്ടെ മിസ്. ഒന്ന് ശ്രദ്ധിക്കണേ, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ വിളിക്കാവുന്ന മറ്റു രണ്ട് പേരുകളാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നും പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്? ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആരോഗ്യ പരിചരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ബിസിനസ് തന്ത്രങ്ങൾ കൃത്യമായിട്ട് ദിവസേനയാവാം അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ദീർഘകാലാടിസ്ഥാനത്തിലോ അതിനെക്കുറിച്ചുള്ള തന്ത്രങ്ങളെ കുറിച്ചുള്ള കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക, അത് ആസൂത്രണം ചെയ്യുക മുതലായവയാണ് ശരിക്കും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനില് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. ഇനി രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ഓഫ് ഡൈനാമിക്സ്, ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാ? ശക്തമായതും വളരെ സങ്കീർണവുമായിട്ടുള്ള ആരോഗ്യ പരിചരണം നൽകുന്ന എൻറ്റിറ്റീസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ. അതിൽ ഏതൊക്കെ ഉൾപ്പെടാം? ഹോസ്പിറ്റലുകൾ വരാം, ലോങ് ടേം കെയർ ഫെസിലിറ്റികൾ വരാം, ഹെൽത്ത് കെയർ സിസ്റ്റംസ് വരാം, നഴ്സിംഗ് ഹോംസ് വരാം, ഫാർമസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. ഈ മുതലായിട്ടുള്ള ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും കൃത്യമായി മാനേജ് ചെയ്യുക, അവരെ ലീഡ് ചെയ്യുക, അവർക്ക് ആവശ്യമായ മേൽനോട്ടങ്ങൾ വഹിക്കുക, അഡ്മിനിസ്ട്രേഷൻ നടത്തുക മുതലായവയുമായി ബന്ധപ്പെട്ട ഒരു രീതി അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ആണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ, then next വരുന്നത് the importance of healthcare administration involves helping a facility operate daily, preparing programs for the public, training new employees and assisting every patient. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഇമ്പോർട്ടൻസ്, ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ? ഇൻവോൾവ്സ്
ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി അല്ലെ, ആ ഒരു സ്ഥാപനത്തില് നല്ല രീതിയിലുള്ള ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. രണ്ടാമത്തത് ഓപ്പറേറ്റ് ഡേ, ദിവസേനയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. Then preparing programs, ആവശ്യമായ പ്രോഗ്രാംസ് പ്രിപ്പയർ ചെയ്യുന്നു ഫോർ ദ പബ്ലിക്, ആർക്ക് വേണ്ടിയിട്ട്? പൊതുജനങ്ങൾക്ക് ആവശ്യമായ പ്രോഗ്രാംസ് പ്രിപ്പയർ ചെയ്യുന്നു. Then training new employees, പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന എംപ്ലോയീസിന് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുന്നു. ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, ഓരോ പേഷ്യൻസിനും ആവശ്യമായ സഹായങ്ങളും നൽകുന്നു. എന്താണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യത്തിൽ ഉൾപ്പെടുന്ന, ഇമ്പോർട്ടൻസിൽ ഉൾപ്പെടുന്നവയാണ് ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി. അവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ദിവസേനയുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നു, ആൻഡ് പബ്ലിക്കിന് വേണ്ടിയുള്ള ഓരോ പ്രോഗ്രാമുകളും പ്രിപ്പയർ ചെയ്യുന്നു, പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിന് ആവശ്യമായ ട്രെയിനിങ്ങൾ കൊടുക്കുന്നു, ആൻഡ് ഓരോ പേഷ്യൻസിനും ആവശ്യമായ സഹായങ്ങളും ചെയ്യുന്നു. ക്ലിയർ ആണോ? സെക്കൻഡ് പാരഗ്രാഫ് പറഞ്ഞത് ഓക്കെ ആണോ? അണ്ടർലൈൻ ചെയ്തു വെച്ചോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോള് അല്ലെങ്കിൽ അവരുടെ പങ്ക് പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? The hospital administrators are accountable for organizing and supervising the health services and everyday activities of a hospital or health care facility. എന്താ പറയുന്നത്? റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പറയുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ആർ അക്കൗണ്ടബിൾ, എന്തിന് ഉത്തരവാദിത്തം? അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്തം അല്ലെ. എന്തിനുള്ള ഉത്തരവാദിത്തമാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനുള്ളത്? ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് the health services and everyday activities of the hospital or health care facility. ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങള്, അതുപോലെ അവര് നൽകുന്ന ഹെൽത്ത് സർവീസുകള് മുതലായിട്ടുള്ള കാര്യങ്ങള് കൃത്യമായി ഓർഗനൈസ് ചെയ്യുക അല്ലെ, കൃത്യമായി അത് സംഘടിപ്പിക്കുക, അത് സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക എന്നതിനൊരു ഉത്തരവാദിത്തം ആർക്കാണ് ഉണ്ടായിരിക്കുക? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഫസ്റ്റ് സെന്റൻസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ, എന്തിനാണ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ എന്തിന് ഉത്തരവാദിത്തങ്ങളാണ്? ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ്, എന്താണ്? ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി നൽകുന്ന എന്താണ് ദിവസേനയുള്ള അവര് നടക്കുന്ന ദിവസേനയുള്ള പ്രവർത്തനങ്ങളാവാം, അല്ലെങ്കിൽ അവര് നൽകുന്ന ഹെൽത്ത് സർവീസുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം, അതുപോലെ ആവശ്യമായ മേൽനോട്ടങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. Then healthcare administration is the management of all the non-clinical functions included in operating a healthcare facility, from daily operations to staffing to budgeting and finance to long-term strategic planning, to make sure the success of the healthcare provider or system. In the second point പറയുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ is the management. എന്തിനുള്ള മാനേജ്മെന്റ് ആണ്? നോൺ ക്ലിനിക്കൽ, ചികിത്സാപരമല്ലാത്ത പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് ആണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത്. ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലെ സംവിധാനങ്ങൾ, അവർ കൊടുക്കുന്ന ഫെസിലിറ്റികൾ, സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്, ഫ്രം ഡെയിലി ഓപ്പറേഷൻ,
ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ മുതല് അവരുടെ സ്റ്റാഫിങ്, ആവശ്യമായ ജീവനക്കാരെ സ്റ്റാഫിങ് നടത്തുക, അവർ കൃത്യമായ ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, കൃത്യമായ രീതിയിൽ ഫിനാൻസ് മാനേജ് ചെയ്യുക, ആൻഡ് ടു ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിംഗ്, ദീർഘകാല ഒരു ആസൂത്രണം നടത്തുക. എന്തിനുള്ളതാ? ദീർഘകാല തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക. ആൻഡ് ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ്, ഇതിലൂടെയൊക്കെ നമുക്ക് എന്തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ദ സക്സസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം, ആ ആരോഗ്യ പരിചരണം നൽകുന്ന ആ സ്ഥാപനത്തിന്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദീർഘകാല തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുക, ഫിനാൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, ബഡ്ജറ്റുകൾ നല്ല രീതിയിൽ തയ്യാറാക്കുക, ആവശ്യമായ ജീവനക്കാരെ സ്റ്റാഫിൽ നിയമിക്കുക, അതുപോലെ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി മാനേജ് ചെയ്യുക, അവിടെ നൽകുന്ന ഓരോ സൗകര്യങ്ങളുടെയും പ്രവർത്തനങ്ങളും കൃത്യമായി മാനേജ് ചെയ്യുക. ഇതെല്ലാം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ പാലിക്കേണ്ട അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള ചികിത്സാപരമല്ലാത്ത പ്രവർത്തനങ്ങളാണ്. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് എന്താന്നുള്ളത് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിനുശേഷം മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഒന്നുകൂടി പറയട്ടെ മിസ്. ഓക്കെ ഓക്കെ, ഒന്നുകൂടി പറയാം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒന്നാമത് പറഞ്ഞത്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോ അവരുടെ ഉത്തരവാദിത്തമാണ് ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി നൽകുന്ന ഹെൽത്ത് സർവീസുകളാവാം, അല്ലെങ്കിൽ അവിടെയുള്ള ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുകയും അത് കൃത്യമായ രീതിയിൽ അത് മേൽനോട്ടം നടത്തുകയും ചെയ്യുക എന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനായിരിക്കും. രണ്ടാമത് പറഞ്ഞത്, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും എന്തിന്റെ മാനേജ്മെന്റ് ആണ്? നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് ആണ്, ചികിത്സാപരമല്ലാത്ത പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് ആണ് നടക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം? ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഒരു ആരോഗ്യ പരിചരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകുന്ന ഓരോ സ്ഥാപനങ്ങളുടെയും മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം, അല്ലെ? ഫ്രം ഡെയിലി, ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ മുതൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതായിട്ട് വരും. അത് കൂടാതെ ജീവനക്കാരെ നിയമിക്കുക, കൃത്യമായ ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, ഫിനാൻസ് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുക, ടു ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിംഗ്, ദീർഘകാല തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക. എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ മാനേജ്മെന്റും ചെയ്യുന്നത്? മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം, ഈ പറയുന്ന സേവനങ്ങളെല്ലാം നൽകുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഒരു സക്സസ് അല്ലെങ്കിൽ അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അവരുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ചികിത്സാപരമല്ലാത്ത എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. മനസ്സിലായോ? റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ.
Then next വരുന്നത് what is a health care administrator? ഇനി ആരാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് work behind the curtain to make extensive decisions for the healthcare facility or institution. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത് healthcare administrators work behind the curtains എന്ന് വെച്ചാൽ എന്താ, തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുക അല്ലെ. make extensive decisions for the healthcare facility or institution. ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു വിപുലമായ തീരുമാനമെടുക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ ആണ്. അവര് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ടു മേക്ക്, എന്തിനു വേണ്ടി അവർ പ്രവർത്തിക്കുന്നത്? ടു മേക്ക് എക്സ്റ്റെൻസീവ് ഡിസിഷൻസ്, ഒരു വിപുലമായ തീരുമാനം എന്തിനെ കുറിച്ചുള്ളതാണ്? ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വിപുലമായ തീരുമാനങ്ങൾ എടുക്കാൻ തിരശ്ശീലയ്ക്കോ പിന്നിൽ നിന്നോ പ്രവർത്തിക്കുന്നവരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. Then they directly handle policy and budgets to generate better patient experiences and ensure the safety of guests and the staff. എന്താ രണ്ടാമത്തെ പറഞ്ഞേ? ഡയറക്ട്ലി ഹാൻഡിൽ, അവർ നേരിട്ട് എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ആ ഹോസ്പിറ്റലിന്റെ പോളിസികള്, ബഡ്ജറ്റുകള് മുതലായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവർ നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിലൂടെ അവിടെ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് നമുക്ക് ലഭ്യമാക്കാൻ പറ്റും? ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ്. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും മികച്ച ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആൻഡ് എൻഷുവർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. അവിടെ വരുന്ന ഓരോ ഗസ്റ്റിന്റെയും സ്റ്റാഫിന്റെയും സുരക്ഷിതത്വവും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞേ? ഡയറക്ട്ലി ഹാൻഡിൽ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ആ ഹോസ്പിറ്റലിന്റെ പോളിസികളിലും ബഡ്ജറ്റുകളും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള പരിചരണം നമുക്ക് കൊടുക്കാൻ പറ്റുകയും അതുപോലെ തന്നെ അതിലൂടെ ആ പേഷ്യൻസിന്റെ ആ ഒരു എക്സ്പീരിയൻസ് മികച്ചതാക്കി മാറ്റാൻ സാധിക്കും. പിന്നെ എന്താ പറഞ്ഞത്? അവിടെ വരുന്ന ഗസ്റ്റിന്റെ ആണെങ്കിലും സ്റ്റാഫുകളുടെ ആണെങ്കിലും സുരക്ഷയും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. Then the healthcare administrators have thorough knowledge of the regulatory framework in patient care. എന്താ പറയുന്നത്? പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ പേഷ്യൻസിനെ കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, നിയന്ത്രണ ചട്ടക്കൂടുകളെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് തോറോ നോളജ്, ഒരു സമഗ്രമായ ഒരു അറിവ്. എന്തിലുള്ള അറിവാണ്? ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയർ. രോഗിക്ക് പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണ ചട്ടക്കൂടുകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു സമഗ്രമായ അറിവ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് their knowledge of the regulatory, their knowledge responsibilities are completely different from the responsibilities of a doctor or physician. ഇനി എന്താ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കുമോ ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ഉണ്ടാവുക? ആയിരിക്കുമോ ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ഉണ്ടാവുക? അല്ല, അല്ലെ? അവിടെ വ്യത്യസ്തമാണ് അല്ലെ? റെസ്പോൺസിബിലിറ്റീസ് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും അല്ലെ? ആൻഡ് വൈൽ ഫിസിഷ്യൻസ് ഹാൻഡിൽ പേഷ്യൻസ് ഡയറക്ട്ലി, അവിടെ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എങ്ങനെയാണ് പേഷ്യൻസിനെ നേരിട്ട് കൈകാര്യം ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലെ? നമ്മൾ നേരിട്ടല്ലേ നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ തരുന്നത് ആണ് അല്ലെ? ആൻഡ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, പക്ഷേ നമ്മുടെ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുക? സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. അവിടെ കൊടുക്കുന്ന ആ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ സൗകര്യങ്ങളെ
മേൽനോട്ടം വഹിക്കുകയാണ് ശരിക്കും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. പേഷ്യൻസുമായിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്? അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് മൊത്തത്തില് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഭരണം നടത്തുക മാത്രമാണ് ഇവര് ചെയ്യുന്നത്. ആൻഡ് usually have a bachelor's degree or master's degree in healthcare administration. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനില് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഇതിന് യൂഷ്വലി സാധാരണയായിട്ട് ഈ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റോള് എന്തിനു വേണ്ടിയാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അവര് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു വിപുലമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഇവര് നേരിട്ട് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പോളിസികളും ബഡ്ജറ്റുകളും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ വരുന്ന ടെസ്റ്റുകൾക്കാണെങ്കിലും സ്റ്റാഫുകൾക്കാണെങ്കിലും ഒരു സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റീസ് നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ നേരിട്ട് രോഗിയെ കൈകാര്യം ചെയ്യുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് യൂഷ്വലി ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി സാധാരണയായി ഇവർക്ക് ഒരു ജോലിക്കായിട്ട് ആവശ്യമുണ്ടായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താണ്? വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞാണ് ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. എങ്ങനെയാണ് നമുക്കൊരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ സാധിക്കുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് frequently interact with doctors, nurses, സർജൻസ് ആൻഡ് ടെക്നീഷ്യൻസ് അല്ലെ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ പതിവായിട്ട് അവർ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തേണ്ടതായിട്ട് വരും? ഡോക്ടേഴ്സുമായിട്ട്, നഴ്സസുമായിട്ട്, സർജൻസ്, ടെക്നീഷ്യൻസ് മുതലായവരുമായിട്ട് എന്ത് ചെയ്യണം? പതിവായിട്ട് ഇന്ററാക്ഷൻസ് ആര് നടത്തേണ്ടതായിട്ട് വരും? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നടത്തേണ്ടതായിട്ട് വരാം അല്ലെ. They control the operations of healthcare organizations and sell them directly with the patients in the healthcare facility. എന്താ? They control the operation. പ്രധാനമായിട്ടും ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആൻഡ് സെൽഡം, എന്താണ് സെൽഡം എന്ന് പറഞ്ഞാൽ? അപൂർവമായിട്ട് അല്ലെ. അപൂർവമായിട്ട് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യൻസ്, പേഷ്യൻസുമായിട്ട് സ്വാഭാവികമായിട്ടും സാധാരണയായിട്ട് ഇവർക്ക് നേരിട്ട് യാതൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ കണക്ഷൻസോ ഇന്ററാക്ഷനോ ഒന്നും നടത്തേണ്ടതായിട്ട് വരാറില്ല. എന്നാൽ വളരെ അപൂർവമായി
ചില സന്ദർഭങ്ങളിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പേഷ്യൻസുമായിട്ട് ഇവർ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നേരിട്ട് എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ നേരിട്ട് കാണേണ്ടതായിട്ടോ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫ് എന്താ പറഞ്ഞത്, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അവര് പതിവായിട്ട് ആരുമായിട്ടൊക്കെ ഇന്ററാക്ഷൻസ് നടത്തേണ്ടതായിട്ട് വരും, ഡോക്ടേഴ്സുമായിട്ട്, നഴ്സസുമായിട്ട്, സർജൻസ്, ടെക്നീഷ്യൻസ് മുതലായവരുമായിട്ട് ഇന്ററാക്ഷൻസ് നടത്തേണ്ടതായിട്ട് വരാം. രണ്ടാമത് പറഞ്ഞത് ഇവര് പ്രധാനമായിട്ടും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ ദിവസേനയുള്ള പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും നിയന്ത്രിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. അത് വളരെ അപൂർവമായി മാത്രമേ ഇവർക്ക് ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വരുന്ന പേഷ്യൻസിനോട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരാറുള്ളൂ, കൂടിക്കാഴ്ച നടത്തേണ്ടതായിട്ട് വരാറുള്ളൂ. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? ഓക്കെ. Then next പറയുന്നത് an administrator's duty is to form the policy that runs the facility and make better the patient's experience. ഇനി എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരുടെ ജോലിയാണ് is to form the അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. an administrator's duty is to form the policy. ആ ഹോസ്പിറ്റല് വളരെ സുഗമമായി റൺ ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പോളിസികള് രൂപപ്പെടുത്തുക. ആൻഡ് മേക്ക് ബെറ്റർ ദ പേഷ്യൻസ് എക്സ്പീരിയൻസ്. അതിലൂടെ പേഷ്യൻസിന്റെ ഒരു മികച്ച അനുഭവം ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂട്ടി എന്താ പറഞ്ഞത്, is to form the policy. ഹോസ്പിറ്റല് നല്ല രീതിയിൽ സുഗമമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ പോളിസികള് രൂപപ്പെടുത്തുക. അതിലൂടെ ഓരോ പേഷ്യൻസിനും നല്ലൊരു മികച്ച അനുഭവം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുക. Then health care administration careers are necessary to successful and efficient health care facilities. ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കരിയർ are necessary to successful and efficient health care facility. ഏതൊരു വിജയകരവും ഫലപ്രാപ്തിയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും അവിടുത്തെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓവറോൾ മാനേജ്മെന്റ് നടത്താൻ വേണ്ടി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം വേണം അല്ലെ. അതുപോലെ തന്നെ നല്ല വിജയകരമായിട്ടുള്ള ഫലപ്രദമായി മുന്നോട്ട് പോകുന്ന ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കും ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കരിയർ ആണ് എന്ത് കരിയർ എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കരിയർ. Then owing to the continuous need for business health care facility. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആ ഒരു കരിയർ, അതായത് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ജോലി അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. Owing to the continuous need for health care facility. ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് ഇങ്ങനെയുള്ള ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ തുടർച്ചയായ ഒരു ആവശ്യകത ഉള്ളത് കൊണ്ട് ഒരു കാരണമാണ്. ഓയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു കാരണത്താൽ അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയാ നിമിത്തത്താൽ എന്ന് പറയുക നമ്മൾ. അതുപോലെ ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യകത അല്ലെങ്കിൽ ആ ഒരു കാരണത്താല് ഏതൊരു ഹോസ്പിറ്റലും ഫ്രം ഹോസ്പിറ്റൽ ടു നഴ്സിംഗ് ഹോം, ഹോസ്പിറ്റലാവാം, നഴ്സിംഗ് ഹോമുകളാവാം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേം ജോബാണ്, ഒരു സ്ഥിര ജോലിയാണ്. എങ്ങനെയുള്ളവർക്കാണ് ഇതൊരു സ്ഥിര ജോലിയാവുന്നത്? ഫോർ ദോസ് who are interested in improving health care policy. വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആ ഹെൽത്ത് കെയർ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ചുള്ള പോളിസികള് ഒരു ഹെൽത്ത് കെയർ മേഖലയിലെ ആ പോളിസികള് വിപുലീകരിക്കാൻ അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ജോലി എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളൊരു ഫേം ജോബാണെന്നാ പറയുന്നത്.
മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കി. ആൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂട്ടി, ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനം വളരെ സുഗമമായി നല്ല ഫെസിലിറ്റികളൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പോളിസികൾ രൂപീകരിക്കുക. അതിലൂടെ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും മികച്ചൊരു അനുഭവം ഉണ്ടാക്കി നൽകുകയും ചെയ്യുക. ദെൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കരിയർ എന്ന് പറയുന്നത് ഏതൊരു വിജയകരമായിട്ടുള്ള അല്ലെങ്കിൽ ഫലപ്രാപ്തിയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയും അനിവാര്യമായിട്ടുള്ളൊരു കരിയർ ആണ്. ദെൻ ഇങ്ങനെ ഒരു കരിയർ അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ജോലി അത് എന്ത് മൂലമാണ്? ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് ഈ പറയുന്ന ഒരു വിഭാഗക്കാരെ തുടർച്ചയായിട്ട് ആവശ്യം ഉള്ളതിന്റെ കാരണത്താല് ഈ ഒരു ഹോസ്പിറ്റൽ മുതൽ ഒരു നഴ്സിംഗ് ഹോം വരെയുള്ള ഏതൊരു സ്ഥാപനത്തിലും ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ജോലി എന്ന് പറയുന്നത് അവിടെ വളരെ ഒരു ഫേം ജോബാണ്, അവർക്ക് സ്ഥിര ജോലിയാണ്. അത് എങ്ങനെ താല്പര്യമുള്ളവർക്കാണ് ഒരു സ്ഥിരം ജോലി എന്ന് പറയുന്നത്? ആ നമ്മുടെ തുടർച്ചയായി വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആ ഹെൽത്ത് കെയർ പോളിസികളില് വ്യത്യാസങ്ങൾ വരുത്തുകയും അത് മെച്ചപ്പെടുത്തലുകൾ നടത്താനായിട്ട് താല്പര്യമുള്ള ആളുകൾക്കാണ് ഈ ഒരു ജോലി സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ രണ്ട് പാരഗ്രാഫ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, കഴിഞ്ഞോ? ക്ലിയർ ആണോ? രണ്ട് പാരഗ്രാഫ് ക്ലിയർ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തെ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവര് ചെയ്യുന്ന ഓവർസൈറ്റ്, അവർ എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കും എന്നതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം. അവിടെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണ സംവിധാനങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നുണ്ട്, മേൽനോട്ടം വഹിക്കുന്നുണ്ട്. രണ്ടാമത്തത് സ്പെസിഫിക് ഫെസിലിറ്റീസ്, പ്രത്യേക സൗകര്യങ്ങള് സച്ച് ആസ് ഫിസിഷ്യൻസ് പ്രാക്ടീസസ്, ഫിസിഷ്യൻസിന്റെ പ്രാക്ടീസ്, ഹോസ്പിറ്റലുകള്, ഹോം ഹെൽത്ത് ഏജൻസി മുതലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തത് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ്, പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്? യൂണിറ്റ്സ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയാക് കെയർ യൂണിറ്റ് മുതലായിട്ടുള്ള പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളുടെയും കൃത്യമായ മാനേജ്മെന്റും ഓവർസൈറ്റും നടത്തുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ഏതൊക്കെയാ? ലൈക്ക് നഴ്സിംഗ് ഏരിയ, ഫിസിക്കൽ തെറാപ്പി ഏരിയ, കാർഡിയോളജി ഏരിയ മുതലായിട്ടുള്ള പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസിന്റെയും മാനേജ്മെന്റും മേൽനോട്ടവും നടക്കുന്നുണ്ട്. ലാസ്റ്റ് വരുന്നത് സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സ്റ്റാഫിംഗ്,
ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസസ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാ? സ്പെസിഫിക് ഏരിയാസ് ആയിട്ടുള്ള സ്റ്റാഫിംഗ്, ജീവനക്കാരെ നിയമിക്കുക. ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, സൗകര്യങ്ങൾ കൃത്യമായിട്ട് നൽകുക. അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ആൻഡ് ഫിനാൻസ്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെയുള്ള സ്പെസിഫിക് ഏരിയാസിനെയും മാനേജ് ചെയ്യുന്നതും മേൽനോട്ടം വഹിക്കേണ്ടതും ആരാണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓവർസെറ്റ് ചെയ്യുന്ന എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നതും മാനേജ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഒന്നാമത്തെ എന്താ? ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നൽകുന്ന ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റും മേൽനോട്ടവും. രണ്ടാമത് സ്പെസിഫിക് ഫെസിലിറ്റി, പ്രത്യേക സൗകര്യങ്ങൾ, അതായത് ഫിസിഷ്യൻസിന്റെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഹോം ഹെൽത്ത് ഏജൻസി മുതലായ സ്പെസിഫിക് ഫെസിലിറ്റി നൽകുന്ന സ്ഥാപനങ്ങളുടെ മേൽനോട്ടവും മാനേജ്മെന്റും നടത്തുന്നുണ്ട്. മൂന്നാമത്തത് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സിന്റെ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഒക്കെയാണ് നടത്തുന്നത്. അതായത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകള്, എമർജൻസി ഡിപ്പാർട്ട്മെന്റുകള്, കാർഡിയാക് കെയർ യൂണിറ്റുകള് മുതലായവയുടെ എന്താണ് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ യൂണിറ്റുകളുടെ കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നു, മാനേജ്മെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറഞ്ഞത് സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസ്, നഴ്സിംഗ് ഏരിയ, ഫിസിക്കൽ തെറാപ്പി ഏരിയ, കാർഡിയോളജി ഏരിയ മുതലായിട്ടുള്ളവയുടെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. ലാസ്റ്റ് വൺ ആണ് സ്പെസിഫിക് ഏരിയാസിലേക്ക് സ്റ്റാഫിംഗ്, ജീവനക്കാരെ നിയമിക്കുക, ഫെസിലിറ്റികൾ കൃത്യമായിട്ട് ഡെലിവർ ചെയ്ത് കൊടുക്കുക, അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുക, ഫിനാൻസ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മാനേജ് ചെയ്യുക, അത് കൃത്യമായി സൂപ്പർവൈസ് ചെയ്യുക മുതലായിട്ടുള്ളവയൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ് പറഞ്ഞേ? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്നവയാണ്. ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആ ഒരു 5 പോയിന്റ്സ് ജസ്റ്റ് ഇൻക്ലൂഡഡ് ആയത് ചെയ്തെന്നുള്ള രീതിയിൽ ചോദിക്കാം കേട്ടോ. ഇത്രയും എടുക്കുന്നുള്ളൂ മിസ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങി എടുക്കാം കേട്ടോ. പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ ആണോ? ഇനി എടുത്ത ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.